ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഊട്ടി പോയിന്ന് വീഡിയോ പാർട്ട് 3 ആട്ടോ. അപ്പോൾ രാവിലെ നീച്ച സ്പോട്ടിൽ കർട്ടനൊക്കെ നീക്കിയിട്ട് പുറത്തടിക്കണം കേട്ടോ. ലാല് കുളിച്ചാൻ കയറിയ തക്കത്തിലാട്ടോ ഞാൻ പുറത്തടിക്കുന്നത്. പക്ഷെ മഞ്ഞുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് പുറത്തടിയത്. ഇറങ്ങി നോക്കിയപ്പോൾ മഞ്ഞും ഇല്ല, ഒരു ഉണ്ടയില്ല കേട്ടോ. നല്ല വെയിലായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ വെയിൽ വന്നിക്കണേലും തണുപ്പിനൊന്നും യാതൊരു കുറവില്ല കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ പെരുഞ്ചതി തണുപ്പ് കേട്ടോ. എനിക്ക് അവിടുത്തെ തണുപ്പ് തീരെ സഹിച്ചല്ലേ. ഞാൻ എന്നിട്ട് ലാലുവിൻ്റെ കുപ്പായിട്ട് ഇട്ടിക്കണം. എൻ്റെ കൂടയിൽ രണ്ടാൾക്കാർക്ക് കയറി കൂടിട്ടോ. അത്രക്കും ലൂസാട്ടോ കുപ്പായം. ലാലുവിനും ലൂസാണ്, പിന്നെ എനിക്ക് പറയും വേണ്ടി വരില്ലല്ലോ, എനിക്ക് നല്ല ലൂസ് ചെയ്യുന്നു. അപ്പോൾ ഇടാനും നല്ല സുഖമായിരുന്നു. തണുപ്പിനും കുറേ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വലിയൊരു കുപ്പായൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ പുറത്ത് നിൽക്കുന്നു കേട്ടോ. പക്ഷെ ആ നാട്ടിലുള്ളവരൊക്കെ രാവിലെ തന്നെ പണിക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. എനിക്കൊക്കെ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താടാൻ വേണ്ടിയിട്ടാ. അത്രക്കും തണുപ്പായ കാരണം വെള്ളമൊന്നും തൊടാൻ പറ്റില്ല. നല്ല സൂചി ഇട്ട് നമ്മൾ കുത്തണ മാതിരി കേട്ടോ. ഒരു സുഖവും എന്താ പറയുക, നല്ലൊരു തണുപ്പും നല്ലൊരു നമുക്ക് ഉണ്ടാവില്ല ഈ ഐസും കട്ടൊക്കെ നമ്മൾ മേത്ത് വെച്ചാലുണ്ടാവില്ല, ഒരു കുത്തനൊരു വേദന, നല്ലൊരു സുഗന്ധ മാതിരി കേട്ടോ. പിന്നെ കുളി നിർബന്ധമല്ലേ. പിന്നെ എന്തായാലും നമ്മളെ നാട്ടിലേക്ക് എത്തിയാൽ പിന്നെ ആ ഒരു തണുപ്പിന് വേണ്ടി കയറിച്ചല്ലോ വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് കുളിയൊക്കെ കഴിച്ചിട്ടാ. പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്താടി. ഞങ്ങളെ റൂമിൻ്റെ താഴെ റോട്ടിന് ഇതെടുക്കാൻ പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ രാവിലെ നീച്ച സ്പോട്ടിൽ തന്നെ ഞാൻ ലൊക്കേഷൻ അടിച്ചു കൊടുക്കിയത് കേട്ടോ, ക്യാരറ്റ് ഫാക്ടറിയിൽ നിന്ന്. പക്ഷെ എനിക്കറിയില്ലേനു കേട്ടോ ഈ റോഡ് നേരെ പോണ ക്യാരറ്റ് ഫാക്ടറിക്കാണെന്ന്. കാരണം ഞാൻ ചുറ്റുപാടും കൃഷി സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ലാലുവിനോട് നമുക്ക് ഈ റോട്ടിന് പോയി വെക്കാൻ. അങ്ങനെ പോയി നോക്കിയപ്പോൾ ആകെ എന്തെന്ന് പറയുക, നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും കാബേജും ഉരുളക്കിഴങ്ങും ഇതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നാൽ തന്നെ അതൊക്കെ കാണാം, പക്ഷെ അതെങ്ങനെയാണ് പറിച്ചൽ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അങ്ങനെ പോയി നോക്കട്ടോ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഞങ്ങളെ ബാക്കിൽ കണ്ടോ ക്യാരറ്റ് പാടാട്ടോ. അപ്പം നമുക്ക് ക്യാരറ്റ് പറിച്ചാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല. നല്ല തണുപ്പാണ്. നമ്മള് ഇവരോട് ചോദിച്ചപ്പോൾ ഒരാറ് കയറാൻ പറ്റുന്നൊക്കെ കേട്ടാ. അപ്പം നമുക്ക് കയറാൻ പറ്റില്ല, നമുക്ക് നോക്കാം. പക്ഷെ സംഭവം തണുപ്പ് തീരെ സഹിച്ചാൻ പറ്റണില്ല കേട്ടോ. ഞാൻ ലാലുവിൻ്റെ കുപ്പായൊക്കെ ഇട്ടിട്ട് ഇറങ്ങി കൊടുത്താണ്. ഇപ്പോൾ എനിക്കൊന്നും തീരെ തണുപ്പ് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കിയപ്പോൾ കയറാൻ പറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് ഇങ്ങനെ കയറ്റും. എനിക്കാണല്ലോ പൊട്ടനെ ലോട്ടറി അടിച്ച മാതിരി ചെയ്തിട്ട് അതൊക്കെ കൂടെ കണ്ടപ്പോൾ. കാരണം എനിക്ക് അത്രയ്ക്ക് പൂതിയെന്ന് കേട്ടോ ക്യാരറ്റ് ഫാക്ടറി കാണാൻ. ഞാൻ കുറേ വീഡിയോസുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഉള്ള പൂതിയെന്ന്. പിന്നെ വന്ന് നോക്കിയപ്പോൾ എല്ലാതും കാണാൻ പറ്റിട്ടാ. പിന്നെ പറയണ്ടല്ല, ഈ കരിമ്പന്തോട്ടത്തിൽ ആന കയറിയ മാതിരി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പെടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല സ്ഥലം എന്നിട്ട് നല്ല അടിപൊളി ഗ്രാമം മാതിരിയൊക്കെ ആയിട്ട് നല്ല സ്ഥലം. അവിടെ പണിക്ക് വന്ന അതിൻ്റെ കുട്ടിയാട്ടോ അവിടെ ഇരിക്കണത്. നല്ലോട് എടുക്കച്ചിട്ടാ പോണ്. ഇത് നമ്മളെ തൊടുവിട്ട് കൂളായിട്ട് കയറി പോണ്. ഇറങ്ങി ഞങ്ങളെ ഇറങ്ങി പോയോക്കാം. ആട്ടി അങ്ങോട്ട് തിരിച്ചു പോരാ. പോരാൻ പറ്റുന്നത് ചാടിക്കോടി പോരെ. എന്നിട്ട് പോവല്ലേ തണുക്കണോ ഇലക്ക്. ചെരുപ്പൊക്കെ പോളണ്. കാബേജ് അല്ലേ. പക്ഷെ ഇതൊന്നും പറിച്ചാനായിട്ടില്ല ഒന്നുണ്ടല്ലേ. ഇത് കണ്ടിട്ട് എന്താ തോന്നണ അറിയാം, നമ്മളീ കുളത്തിലും തോട്ടിലൊക്കെ പായലുണ്ടാവില്ല, മറ്റേ വലിയ പൂ മാതിരിയുള്ള അതിലൊക്കെ മാതിരി പടർന്നിരിക്കണ. കേട്ട് നോക്കി ഒരു കേറ്റൊക്കെ ഒഴിവാക്കിയൊക്കെ തോന്നുന്നുണ്ട്. മടിയാണ് ഇവിടെ കിടന്നോട്ടെ. അതുപോലെ സഹായിച്ചാൽ കൂടിയാലോ. പിന്നെ വന്നത് ഏതായാലും മുതലായി. ഇവിടെ റൂം എടുത്തതല്ലേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നതാട്ടോ ക്യാരറ്റ് ഫാക്ടറി. ഞങ്ങൾ വെറുതെ ഈ റോഡ് എങ്ങനെ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലോനോട് നമുക്ക് ഈ റൂട്ടിലൊന്ന് വെറുതെ പോയോ കാരണം ഇറങ്ങിയത്. നേരെ വന്ന് ചാടിയത് കാട്ടു. റൂമിൽ നിന്നിട്ട് ലൊക്കേഷൻ അടിച്ചെടുത്തിരുന്നു ഞാൻ. പക്ഷെ അറിയില്ലേനു ഈ താഴെ റോട്ടിന് ഇറങ്ങിയാൽ ഇപ്പം കണ്ടെത്താന്നിട്ടാ. റോഡ് നോക്കാൻ വന്നപ്പോൾ രണ്ടും ഉപകാരമായിട്ടോ.
ഞങ്ങൾ എഴുതി നിങ്ങളുടെ ഇറക്കൊന്നും ഉണ്ടാവില്ല, ഓല് പണിക്കാർ മാത്രമാവുന്നു. അപ്പോൾ നിങ്ങൾ നല്ല സ്നേഹം ഉണ്ടാവരാട്ടോ. നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ട് ഇറങ്ങിക്കോളി പറിച്ചോളി എന്നൊക്കെ. എന്തായാലും നമ്മളെ പറിച്ചാൻ കിട്ടുമോ നോക്കാം. അവിടെ ഒരു അണ്ണനെ കഴിക്കാതെ വിക്കാസൊക്കെ പോയി നോക്കട്ടെ. വരി നിങ്ങൾ ചോദിച്ചു നോക്കി. ഇതിങ്ങനെ മാന്തി പറിച്ചാൻ പറ്റും? ഏയ് അണ്ണ, ഇതിങ്ങനെ മാന്തി പറിച്ചാൻ പറ്റും? വരി, ഞാൻ പോയിക്കോളങ്ങൾ എൻ്റെ കൂടെ വരി. ചോണ്ട ഒറ്റക്ക് എന്നാ ഇതാ പിടിച്ച് ഇളക്കി മറിച്ചു. അതല്ല, ഇതിങ്ങനെ താഴ്ത്തിങ്ങനെ നിങ്ങളിങ്ങനെ മാന്തി പറിച്ചില്ല, അങ്ങനെ പറ്റുക? ഫ്രീ ആയി ചെന്ന് അടിപൊളി മലയാളം തണുപ്പ് കാരണം പറയാനും കിട്ടുന്നില്ല. പറയുന്നിടത്ത് ഇന്ന് മലയാളം കേട്ടിട്ട് ഏത് നാട്ടിൽ വെച്ചിട്ടാണ് ഒഴിവാക്കണൊക്കെ പെറുക്കി നമുക്ക് നാട്ടിൽ പോയി. ഇത് ആണോന്ന് വെച്ചോക്ക്. എനിക്ക് അതല്ലേ ഇവിടെ നിലത്ത് ഒഴിവാക്കണം. ഹിന്ദി ഹിന്ദി ഇത് ഹിന്ദി ഇക്കും അറിയില്ല. ഇംഗ്ലീഷ് ഔട്ട്സൈഡ് പരസ കൂട്ടുകാരാത് അത് എന്താ രമ്യ പണി? തന്നിട്ടില്ല, പറിച്ചാൻ പറ്റിയ ചോദിച്ചപ്പോ തമിഴ് പറഞ്ഞ മലയാളം പറയില്ല, സ്റ്റാങ്ങിയ ഭാഷ ആയിട്ടാ. അതിൽ ഓർക്ക് കാര്യം മനസ്സിലായപ്പോ എനിക്കത് എടുത്തന്നിട്ടാ പറിച്ചാൻ കൊടുക്കാറൊക്കെ. അപ്പൊ ഏതായാലും പറിച്ചിടത്ത് പോയേക്ക് നമുക്ക് പറിച്ചാൻ പറ്റില്ല. പറിച്ചത് നമുക്ക് കൊണ്ടുപോകാൻ തന്നാ കഴിച്ചേ. ക്യാമറ അണ ഞാൻ വരുന്ന പറിച്ചോ അവിടെ നിന്നോ. ഇവിടെ ക്ലിയർ ഉണ്ട് ഡി. അങ്ങനെ പറിക്കണം കേട്ടാ. അപ്പൊ ഗായ്സ് പറിക്കാണ് ഓള്. കിട്ടുന്നില്ലാന്ന് തോന്നുന്നു പറിച്ചിട്ട്. അടി കൂടി പറിക്കടേ. ഓക്കെ രണ്ടും കൂടെ തോന്നുന്നുണ്ട്. ഇതിൽ ഒറ്റക്ക് പറിച്ചു ഇത് കൊണ്ടാവാൻ തരുമെന്നാവും. എന്റെ കൈ കാണിച്ചു കൊടുക്കാം. ഇനി പറിച്ചാനായിക്കോ ചോദിച്ചു. നമുക്ക് തരുമെന്ന് ചോദിച്ചു. നമുക്ക് കൊഞ്ചം ലേസം നമുക്ക് തരാം. കൊഞ്ചം
അങ്ങനല്ലടി, അത് കേടരും. അടി കൂടി ഒത്ത് പോന്ന് ഗായ്സ്, അവളങ്ങനെ പൊട്ടിച്ച്. അത് ചോദിച്ചു നോക്ക്, കൊണ്ടുപോകാൻ തരുമെന്ന്. ആണോ? തരാ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ബൈ. യൂട്യൂബ് ചാനലില് രമീഷ. കിട്ടി മക്കളെ, കിട്ടി. കാണാൻ കേറിയിട്ട് ഫ്രീ ആയിട്ട് നിറച്ച് കയറ്റിട്ട് കുറച്ചേരം നോക്കി നിന്നിട്ടാ. എന്നിട്ട് പിന്നെ ഓരോട് ചോദിച്ചു ഞങ്ങൾ ഉള്ളിലേക്ക് കയറട്ടെ. അപ്പൊ ഞങ്ങൾ പാവം കണ്ടിട്ട് കേറിക്കോളിയാണ്. പിന്നെ കുറച്ചേരം ഇങ്ങനെ പാവങ്ങളെ മാതിരി നോക്കി നിന്നിട്ട് ചോദിച്ചു പറിച്ചാൻ കൂടട്ടെ. പറിച്ചുകളിയാണ്. ലാസ്റ്റ് ചോദിച്ചു ഞങ്ങൾ പറിച്ചത് തിന്നാൻ കൊണ്ടോട്ടെ ചോദിച്ചു. അതിന് ഒരു കൈ നിറച്ച് തന്ന്. ഇതിന് ഇതൊക്കെ ഉണ്ട് കേട്ടാ. എന്താ ഇതിനറിയാ? ഉരുളങ്കിഴങ്ങ്. പക്ഷെ ഇന്നെക്കൊണ്ട് പൊതിച്ചാൽ വയ്ക്കണില്ല. നല്ല കനുണ്ട്, നല്ല വലുപ്പം തടിയൊക്കെ ഉണ്ടാക്കാം. കയ്യൊക്കെ വെറും കഴിച്ചിട്ട് തണുപ്പുണ്ട്. അങ്ങനെ കിട്ടി ഗായ്സ്. ഓക്കെ, നല്ല സ്നേഹമുള്ളവരാട്ടോ അവിടെ ഉള്ളവരൊക്കെ. സൂപ്പർ സൂപ്പർ. ഇത് കാബേജ് കൃഷിയാട്ടാ. ഇതാണ് ഉരുളങ്കിഴങ്ങ്. നമ്മളെ ബായി എനിക്ക് പറിച്ചരാഴ്ച ബായിനെ കാണിച്ചു. ഈ നീലക്കുപ്പായം ബായിട്ടാ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഉള്ളത്. ബായും പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ സപ്പോർട്ട്. പക്ഷെ പിന്നെ ഈ പച്ചബായിട്ടാ. അപ്പം ആ നീലക്കുപ്പായി പച്ചബായി തന്നെ ക്യാരറ്റ്. ഞാൻ പറിച്ചതും ഉണ്ട് കേട്ടോ. ഞാൻ പറിച്ചത് ഓർക്ക് കൊടുത്തു. ഓര് പറിച്ചിട്ട് വലുതിന് അങ്ങോട്ട് വരികയും ചെയ്തു. എങ്ങനെ ഉണ്ട് ഐഡിയ? അപ്പൊ അവളതാ ഇതായിട്ട് പോണ്. എടുക്കണ്ട അവളെ ചള. മക്കളെ ഇതെന്ത് തിന്നാ മതി. 3 കുട്ടികളുണ്ടാവും. 3 ഒന്നും വേണ്ട. ഇവിടെ ഒഴിവാക്കണതൊക്കെ നുള്ളി പറിക്കും. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നല്ലൊരു കച്ചവടം ചെയ്യണ്ട. ഞങ്ങള് പോവാണ്. ഇവിടെ ആൾക്കാരൊക്കെ നല്ല നല്ല ക്യാരറ്റാളൊക്കെ ഒഴിവാക്കിയൊക്കെ പല മോഡൽ പല ഷേപ്പിലുള്ളവരുണ്ടാ. ചിലത് കടന്നു നമുക്ക് ചെറിയ ഇവിടെ ഒഴിവാക്കണ ക്യാരറ്റൊക്കെ നമുക്ക് നമ്മളെ നാട്ടിൽ കൊണ്ടുപോയാല് നല്ലൊരു കൃഷി ഉണ്ടായി. നല്ലൊരു കച്ചവടം ചെയ്യാട്ടോ. അത്രക്കും ഇവിടെ ഒഴിവാക്കിയിരിക്കണട്ടാ. ഒരു വലിയ പീസാളാട്ടോ അവരെടുക്കണത്. തണുപ്പ് കാരണം വർത്താനം പറയാൻ വെച്ചാ കയ്യൊന്നും അങ്ങനെ മടക്കാൻ വെച്ചിട്ടാ. ആകെ ഇങ്ങോട്ട് വെറും കളിച്ചിട്ട് നല്ല ഐസും കട്ടന്റെ മാതിരി ആയിക്കട്ടെ. അപ്പൊ അതാ ഇമ്മക്ക് കിട്ടിയതാ. ഫ്രീ ആയിട്ട് കിട്ടി ജാനുവിന്. നടക്കാൻ പറ്റണില്ല. ചെരുപ്പൊക്കെ ഒരു കിൻഡലിനുണ്ടാ. പുതിയ ചെരുപ്പ് എടുത്ത് പോന്നതേന്ന്. ഫസ്റ്റ് ടൈം ആയിട്ട് ഇട്ടത് ഊട്ടിക്ക്. ചെരുപ്പ് വേങ്ങിയ മുതലായത് ഇതിനുള്ള കയറിയിട്ട്. നല്ല പാറക്കല്ല ഏറ്റി നടക്കണ മാതിരി ഇത്. അയ്യ മണ്ണും കട്ട കാരണം നടക്കാൻ പറ്റുന്നില്ല. നല്ല കനം ചെയ്യും.
എനിക്കാണെങ്കിൽ ചെരുപ്പുമ്പോൾ ചളിയായിട്ട് നടക്കാനും പറ്റില്ല കേട്ടോ. അവല കല്ലേറ്റി നടക്കണ മാതിരിയിട്ട് ചെരുപ്പിൻ്റെ അടി ആകെ മണ്ണ് പൂണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പെരാളുണ്ട് കേട്ടോ. അവിടെ ഒരു അമ്മൂമ്മ ഇന്നേറ്റ് ഇങ്ങനെ ചിരിച്ച് തരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് കാലേക്കാന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ പോണ ചേട്ടല്ലേ, അത് അവിടുത്തെ ഒരു ലോറി ഡ്രൈവറാട്ടാ. അപ്പോൾ എന്നോട് ഇറങ്ങി കാരറ്റ് ഫാക്ടറി കയറിക്ക് അവിടുന്ന് കാലേക്കാൻ പറ്റും. എന്നിട്ട് ആ ബായന്നെ അവിടെ ഇങ്ങനെ കാരറ്റ് വൃത്തിയാക്കുന്ന ഒരു ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ എന്നോട് പറഞ്ഞു പൊയ്ക്കോ. അങ്ങനെ ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ ആ ചങ്ങായിൻ്റെ വിചാരം ഞാൻ ക്യാരറ്റിന് ചെല്ലുക വെച്ചിട്ട് വരെ കണ്ടിട്ടായിട്ടാവേ. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് എനിക്ക് ആദ്യം ക്യാരറ്റാട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ ലാലുവിനോട് അറിയുന്നത് ഇതൊക്കെ ഇയാൾ നമ്മളെ കളിയാക്കുകയാണ് എന്നിട്ടാ. കാരണം കാലേക്കാൻ പോയിട്ട് ക്യാരറ്റ് അവിടുന്നും ക്യാരറ്റ് കൃഷി ചെയ്തെടുത്ത് പോയപ്പോൾ അവിടുന്നും ക്യാരറ്റ് കിട്ടി. പിന്നെ പറിച്ച ക്യാരറ്റൊക്കെ കൂടിയായിട്ട് നമുക്ക് ഇതൊക്കെ കൂടി എന്താ ചെയ്യാന്ന് അറിയട്ടെ. കാരണം നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ബാഗിൽ സ്ഥലം വേണ്ടേ. അങ്ങനെ പിന്നെ കിട്ടിയ ക്യാരറ്റ് ഞാൻ ഏതായാലും അപ്പം തന്നെ കടിച്ചിട്ട് നല്ല വലിയ തടിയുള്ള ഒരു ക്യാരറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ലാലുവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ കേട്ടോ. പക്ഷേ ക്യാരറ്റ് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല അല്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒറിജിനൽ സോറി നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ, നമുക്ക് തിന്നാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാരല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് കാല് കഴുകാനാണ് എന്നൊക്കെ കേട്ടോ. ഞങ്ങൾക്ക് വെക്കുന്ന ഭാഷയിൽ പറയുന്നുണ്ട്, ആറ്റങ്ങളെ ഭാഷയിലും പറയും. ഞങ്ങൾ പറയുന്നത് ഓർക്ക് മനസ്സിലാവില്ല, ഓല് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തായാലും ലാലുവിനെ കൊണ്ട് ഒപ്പിച്ചാൻ പറ്റുന്നതൊക്കെ ലാലു ഒപ്പിച്ചും കൊണ്ട് പറഞ്ഞ് ഏതായാലും അവർക്ക് ഭാഷയൊക്കെ കുറേയൊക്കെ നമ്മൾ പറയുന്ന ആംഗ്യ ഭാഷയൊക്കെ കാട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓലും നമ്മൾ പറയുന്നതിനൊക്കെ മറുപടി തന്നു. അങ്ങനെ പിന്നെ കാലേക്കാൻ പോട്ടെ എന്നങ്ങ് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അയാളോട് ലാലു ചോദിച്ചിരുന്നു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഓല കുഴപ്പമില്ല കയറിക്കോളിയായിരുന്നു. അങ്ങനെ ഞാൻ കയറിപ്പോവട്ടെ. അതിൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ മണ്ണും അവിടുത്തെ ക്യാരറ്റിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചും കൊണ്ടിട്ടാ. അങ്ങനെ ഞാൻ ലാലുവിനോട് അറിയട്ടെ അങ്ങോട്ടും വരിയത്, കാരണം എനിക്ക് ഒറ്റക്ക് പോരൊരു മടിയിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ ചെന്നപ്പോൾ ആ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു കാലേക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം അയാളൊരു അണ്ണനാട്ടാ. ഓല ഭാഷയിൽ എന്താണെന്നാവോ മനസ്സിലാക്കി. ഞാനിങ്ങനെ കാലേക്കട്ടെ വെച്ചപ്പോൾ ആദ്യം എന്നോട് കൈ കഴുകാറ് കേട്ടാ. അങ്ങനെ അതും എൻ്റെ കൈ കഴുകാൻ എനിക്ക് പിടിച്ചു തരുന്നത് എന്താ വെച്ചാൽ ക്യാരറ്റിൻ്റെ ചാക്കൊക്കെ കിട്ടും. അതും നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റൊക്കെ നല്ല വൃത്തിയിൽ കഴുകി വെച്ച് ചാക്കൊക്കെ. എനിക്കാണേലോ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടിട്ട്. കാരണം നമ്മൾ നടക്കുന്നിടത്തൊക്കെ ക്യാരറ്റിൽ ചൊട്ടി പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറ്. കാരണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കൊടുത്തിട്ടല്ലേ അവിടെ വിൽക്കണത്. അപ്പോൾ ഞാൻ ലാലുവിനോട് കുറേ ആയിട്ടാണ് പറയുന്നത് ഇതൊക്കെ പെറുക്കി നമുക്ക് അവിടെ നാട്ടിൽ പോയാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്ന്. ഞാൻ എന്തായാലും അവിടുന്ന് കാലൊക്കെ കേൾക്കിട്ടാ. ഞാനും ലാലൊക്കെ നല്ലൊരു സ്വഭാവം ഇട്ടാ. കാലേക്കാൻ ചെന്നിട്ടും ക്യാരറ്റൊക്കെ തന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കാലേക്ക് പുറത്താടിയപ്പോൾ ഞങ്ങൾ വണ്ടിൻ്റെ അടുത്ത് 2 നായ്ക്കൾ, അങ്ങനെ ഒരു നായ ഒരു പട്ടിയാണ് തോന്നുന്നുണ്ട്. എന്തായാലും രണ്ടാൾക്കാർ കപ്പിളാ തോന്നുന്നുണ്ട് കേട്ടോ. രണ്ടാളും ഇങ്ങനെ ഞങ്ങളെല്ലാം പിടിച്ചിരിക്കുന്നത് ഞങ്ങളെ വിത്താലം തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.